നമസ്കാരം. അഗോരവിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കുടുംബങ്ങളിലേക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഈ മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ കൂടിച്ചേരലുകളാണ്. കാരണം വ്യാഴം എന്ന ഗ്രഹത്തിന്റെ മീനം രാശിയിൽ ശനിയും ശുക്രനും കൂടിച്ചേരുമ്പോൾ അത് 3 രാശിക്കാർക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ ഗുണമേന്മ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത ഒരു വിഷയമാണ്. ഈ 3 രാശിക്കാര് ഈ ഒരു സമയം ജീവിതത്തിൽ ഒരു എത്തിപ്പെടാൻ കഴിയാത്ത ഉയരങ്ങളിൽ എത്താൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരുണ്ട്. അവർക്ക് ഈ വ്യാഴത്തിന്റെ രാശിയിൽ ശനിയും ശുക്രനും ചേരുമ്പോഴുള്ള ഗുണങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരും. മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് അത് അവരുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, അവരുടെ ബിസിനസ് പുരോഗതി, അതുപോലെ അവരുടെ ആത്മീയ സുഖങ്ങള്, അതുപോലെ ആത്മീയ യാത്രകള്, മാത്രമല്ല വിദ്യാഭ്യാസ പുരോഗതി, അതുപോലെ തന്നെ ബിസിനസ് പുരോഗതി, ഇങ്ങനെ ജീവിതത്തിൽ നാനാ തുറകളിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മെച്ചമുണ്ടാകും. അതായത് ഈ 3 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമാണ് ഈ വ്യാഴത്തിന്റെ രാശിയിൽ ശനിയും ശുക്രനും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. മാർച്ച് അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഇതിന് ശക്തി പ്രാപിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ശക്തിയുടെ പൂർണ്ണ രൂപത്തിൽ വരുമ്പോൾ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവത്തിൽ വരാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും നമ്മുടെ ഈ ഏതൊക്കെ രാശിക്കാരാണ്, അതിൽ വരുന്ന ആരാണെന്നും നമുക്ക് പൂർണ്ണമായിട്ടും നോക്കാം. ഈ വ്യാഴത്തിന്റെ രാശിയിലുള്ള ഈ ശനിയുടെയും ശുക്രന്റെയും ചേരലുകൾ ഒരു അപൂർവ യാദർശികതയായിട്ട് ജ്യോതിഷം കണക്കാക്കുന്നു. ഇതുകൊണ്ട് എന്തായെന്ന് ഗുണം എന്ന് വെച്ചാൽ ഈ പറയുന്ന രാശിക്കാരുടെ ജീവിതത്തിൽ അപൂർവങ്ങളായി മാറ്റങ്ങൾ സംഭവിക്കും. വളരെ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത അവർക്ക് പോലും ജീവിതത്തിൽ ഈ സമയത്ത് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഗുണം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. അതും വ്യാഴത്തിന്റെ രാശിയിൽ ശുക്രനും ശനിയും കൂടിച്ചേരുക എന്നുള്ളത്. ശുക്രന് അത് ഉച്ചരാശി കൂടിയാണ്. അതിന്റെ പൂർണ്ണ ഫലം ഈ പറയുന്ന 3 രാശിക്കാർക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും തർക്കമില്ല. ആ മഹാഭാഗ്യവാന്മാരായ 3 രാശിക്കാരെ നമുക്ക് നോക്കാം. എന്തായാലും അതിൽ ആദ്യത്തെ രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന മകീരത്തിന്റെ അര, തിരുവാതിര, പുണർന്നത്തിന്റെ 3/4 ഭാഗം ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഈ സമയം ജീവിതത്തിൽ പുരോഗതി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ ഒരു ഉയർച്ച ലഭിക്കും. ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലി അത് ലഭിക്കാൻ അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു വരും. യാദർശികമായിട്ട് പലതും നമ്മുടെ മുന്നിലെത്തും ഈ മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. എന്തായാലും ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കാൻ ഒരു തടസ്സവുമില്ല. തടസ്സം മാറി ജീവിത പുരോഗതിയുടെ പാതയിലേക്ക് ഇവർ കടക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്തായിട്ട് കർക്കടം രാശിയാണ്. കർക്കടം രാശിയിൽ വരുന്ന പുണർദം, കാലി, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ജീവിത പുരോഗതി വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ശുക്രന്റെയും ശനിയുടെയും വ്യാഴത്തിന്റെ ഈ രാശിയിലുള്ള കൂടിച്ചേരലുകൾ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. അവരുടെ വിദേശയാത്രാ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ്. ഗവൺമെന്റ് തലത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത് ജോലിയിൽ ഉയർച്ച കിട്ടാനും അത് ശമ്പള വർധനവ് ഉണ്ടാവാനും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ കർക്കടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ഇത് ഇത്രയും കാലം നീണ്ടു നിന്നിരുന്ന ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടവരും.
അതുപോലെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ പെട്ടെന്നുള്ള ഉയർച്ചകൾ. പെട്ടെന്നായിരിക്കും ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം വരുന്നതും ഉയർച്ചയുണ്ടാകുന്നതും. ബിസിനസ്സിൽ പുരോഗതി ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ശനിയുടെയും ശുക്രന്റെയും കൂടിച്ചേരലുകൾ ഏറെ ഗുണങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആത്മീയ യാത്രകൾ നടത്താൻ ഇവർക്ക് യോഗം കാണുന്നു. വാർദ്ധക്യ സഹജമായ രോഗദുരിതാദികൾക്ക് ശമനം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഗുണാനുഭവങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്ത രാശി മീനം രാശിയാണ്. മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി ചേർന്ന മീനക്കൂറുകാർക്ക് ശുക്രന്റെയും ശനിയുടെയും വ്യാഴത്തിന്റെ രാശിയിലുള്ള കൂടിച്ചേരലുകൾ അത് ഏറെ വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന തർക്കങ്ങൾ അതിന് തീരുമാനമുണ്ടാക്കാൻ കഴിയും. അത് തർക്കങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, വസ്തു സംബന്ധമായ തർക്കങ്ങളായാലും ഭവന സംബന്ധമായ തർക്കങ്ങളായാലും വാഹന സംബന്ധമായ തർക്കങ്ങളായാലും അത് പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. തർക്ക വിഷയങ്ങൾ തീർച്ചയായിട്ടും ഈ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം പരിഹരിക്കാൻ ഇടവരും. വ്യവഹാരങ്ങളിൽ പെട്ട് വർഷങ്ങളായി കിടക്കുന്നവർക്ക് ഒരു ശമനമുണ്ടാകുന്ന സമയമാണ് ഈ മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് വിദേശ യാത്ര മുടങ്ങിക്കിടക്കുന്നവർക്ക് എത്ര തന്നെ ശ്രമിച്ചിട്ടും വിദേശയാത്ര നടത്താൻ കഴിയാതെ വരികയും പല കാരണത്താൽ മുടങ്ങിക്കിടക്കുകയും പാസ്പോർട്ടിലുള്ള പ്രശ്നങ്ങളാൽ മുടങ്ങിക്കിടക്കുകയും അതുപോലെ തന്നെ വിസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മാർച്ച് അവസാനത്തോടു കൂടിയിട്ട്. വിദേശ രാജ്യങ്ങളിൽ ഈ ജയിൽവാസം ചെയ്യുന്നവർക്ക് ഒരു തീർപ്പുണ്ടാവാനും മോചിതനാവാനും സമയം അനുകൂലമാണ്. ഈ ഒരു സമയം മോചനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വിദേശ യാത്ര ചെയ്യുന്നവർക്കും അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമായിരിക്കും ഈ മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് ഈ മീനൻ രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. ജീവിതത്തിന്റെ ഒരു പുരോഗതി വരുന്ന ഒരു സമയമായിരിക്കും മാർച്ച് അവസാനം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അവർ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അത് അവർക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്നതായിരിക്കും. കാരണം വിവാഹാദി കാര്യങ്ങൾ നടക്കാതിരിക്കുന്നത് അത് നടന്നു കിട്ടാൻ ഉള്ള ഒരു സമയം കൂടിയാണ് മാർച്ച് അവസാനത്തോടു കൂടിയിട്ട്. മുടങ്ങിക്കിടക്കുന്ന ഏത് പ്രവൃത്തിയും പുനരാരംഭിക്കാൻ അനുകൂലമായ സമയമാണ് മീനൻ രാശിക്കാർക്ക് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ ഇരിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും നീങ്ങി അനുഗ്രഹങ്ങളായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജാതകത്തിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ജാതകം ഇല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങൾ അയച്ചു തരിക. ചെറിയൊരു ദക്ഷിണ ഈടാക്കുന്നതായിരിക്കും. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി.